വീടിനുള്ളിൽ പൂച്ചക്കുഞ്ഞും പട്ടിക്കുട്ടിയും നല്ല ഉച്ചമയക്കത്തിലായിരുന്നു. എന്തോ ഒരു ശബ്ദം കേട്ട് എണീറ്റ പട്ടിക്കുട്ടിയുണ്ടല്ലോ വലിയ ശബ്ദത്തെ കുറിച്ചു. ആ കുര കേട്ട് ഞെട്ടി എണീറ്റ പൂച്ചക്കുഞ്ഞ് മ്യാവൂ എന്ന് വിളിച്ചതാവട്ടെ ആരും കേട്ടതുമില്ല. എന്തിനാണ് നീ ഇപ്പോ ബൗബോ എന്ന് കുറിച്ചത്? ഞാൻ പേടിച്ചുപോയി. ആരോ ഇപ്പോ വീടിന് പുറത്തു വന്നു. നീ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ പട്ടികൾക്ക് അതറിയാൻ പറ്റും. അതിനാണോ നീ ബൗബോ എന്ന് കുരച്ചത്? അതെ, വീട്ടിൽ ആരു വന്നാലും ഞങ്ങൾ കുരയ്ക്കും. അതുകൊണ്ടാണ് ഞങ്ങളെ വീടിന്റെ കാവൽക്കാർ എന്ന് വിളിക്കുന്നത്. എനിക്കും ആരെങ്കിലും വന്നാൽ അറിയാൻ പറ്റുമല്ലോ. പക്ഷെ നീ എന്നെ പോലെ കുരച്ച് വീട്ടുകാരെ ഉണർത്തുമോ? ഇല്ല, എനിക്ക് നിന്നെ പോലെ കുരയ്ക്കാൻ പറ്റില്ല. ഞാൻ മ്യാവൂ എന്ന് വിളിക്കുകയേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ അപരിചിതരെ കണ്ടാൽ കുരയ്ക്കും, ചിലപ്പോൾ കടിക്കും. എല്ലാവർക്കും ഞങ്ങളെ പേടിയാണ്. പട്ടിക്കുട്ടി ബൗബു എന്ന് ഉറക്കെ കുരച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി. പാവം പൂച്ചക്കുഞ്ഞ് പേടിയോടെ ജനൽ വഴി നോക്കിയതല്ലാതെ പുറത്തേക്ക് പോയില്ല. അടുത്ത ദിവസം രാവിലെ പൂച്ചക്കുഞ്ഞ് എണീറ്റപ്പോൾ ആരോ നമ്മുടെ പട്ടിക്കുട്ടിയുടെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഇട്ട് അതിനെ കെട്ടിയിട്ടിരിക്കുന്നു. പൂച്ചക്കുഞ്ഞാവട്ടെ വീടിനകത്ത് മുഴുവൻ മ്യാവൂ എന്ന് വിളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ കറങ്ങി നടന്നു. എനിക്കും നിന്നെ പോലെ കറങ്ങി നടക്കണം, പട്ടിക്കുട്ടി സങ്കടത്തോടെ പറഞ്ഞു. ഞങ്ങൾ പൂച്ചകൾ ആരെയും കണ്ടാൽ കുരയ്ക്കില്ല, കടിക്കുകയുമില്ല. ഞങ്ങൾ വീടിന്റെ കാവൽക്കാരുമല്ല, പക്ഷേ ഞങ്ങളെ ആരും കെട്ടിയിടാറില്ല. പട്ടിക്കുട്ടി സങ്കടത്തോടെ പൂച്ചക്കുഞ്ഞിനെ നോക്കി. ഞാൻ തോട്ടത്തിലേക്ക് പോകുന്നു, നീ വരുന്നില്ലല്ലോ? ഇല്ല. പൂച്ചക്കുഞ്ഞ് കളിക്കാനായി തോട്ടത്തിലേക്ക് ഓടിപ്പോയി. പാവം പട്ടിക്കുട്ടി സങ്കടത്തോടെ ജനൽ വഴി അത് നോക്കി ഇങ്ങനെ ഇരുന്നു.